നമസ്കാരം, ഞാൻ സജീവ് പിച്ചപ്പാടം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആറാമത്തെ പാഠത്തെക്കുറിച്ചാണ്. +1 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയിലെ ആറാമത്തെ പാഠത്തെക്കുറിച്ചാണ്. 3 ക്രമങ്ങൾ, 3 ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് 3 ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ക്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെക്കുറിച്ചും ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന 3 ക്രമങ്ങൾ എന്ന് പറയുന്നതാണ്. സമൂഹത്തിൽ വളർന്നു വന്ന 3 ക്രമങ്ങളെക്കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ഫ്യൂഡലിസം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കണം. യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നിയമബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നിയമബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്, ഭൂമിയാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഫ്യൂഡലിസത്തിൽ വരുന്നത്. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്ന മാർക്ക് ബ്ലോക്കിൻ്റെ കൃതിയിലൂടെ ഫ്യൂഡൽ സൊസൈറ്റിയെക്കുറിച്ചും മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്ന മാർക്ക് ബ്ലോക്കിൻ്റെ കൃതിയെക്കുറിച്ച്. അപ്പോൾ അതിൽ എന്താണ് ഫ്യൂഡലിസം എന്നും ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇവിടെ നമ്മൾ വിശദമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഫ്യൂഡലിസത്തിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രഭുക്കന്മാർക്ക് ഒരു പ്രത്യേക റോളുണ്ട്, അതേപോലെ തന്നെ കർഷകരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പ്രത്യേക റോളുണ്ട്. 3 ക്രമങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ജോലിക്കനുസരിച്ച്, അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി ഫ്യൂഡലിസത്തെ തരംതിരിക്കുന്നു. 3 ക്രമങ്ങളായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് പുരോഹിത വർഗം എന്ന് പറയുന്ന, പ്രീസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, പ്രഭുക്കന്മാർ എന്ന് പറയുന്ന വിഭാഗം. മൂന്നാമത്തെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമേഴ്സ് എന്ന് പറയുന്ന വിഭാഗം, കർഷകരെന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 3 ക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവുകയും, പുരോഹിത വർഗം കഴിഞ്ഞ് രണ്ടാമത്തെ വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭു വർഗത്തിന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, അതേപോലെ തന്നെ കർഷകരെ കൊണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. തിരിച്ച് അവർ സൈനിക സേവനമാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ജോലിയാണ് പ്രഭുക്കന്മാർ ചെയ്യുന്നത്. പുരോഹിതന്മാരെക്കാൾ ശക്തരായിട്ടുള്ള വിഭാഗമായിട്ട് പലപ്പോഴും പ്രഭുക്കന്മാർ മാറുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 3 ക്രമങ്ങളിലെ ആദ്യത്തെ ക്രമത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, പുരോഹിത വർഗം എന്ന് പറയുന്ന ക്രമം. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്രമം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഒന്നാമത്തെ ക്രമത്തിൽ പെടുന്ന പുരോഹിത വർഗത്തിന് സ്വന്തമായിട്ട് നിയമങ്ങളും അതേപോലെ തന്നെ ഭൂമിയും രാജാക്കന്മാർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. സ്വന്തമായ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് നിയമങ്ങൾ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്വന്തമായി ഭൂമി ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു, ഭൂമി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അവിടെ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭ ഉൾപ്പെടുന്നതാണ് പുരോഹിത വർഗം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ അവർക്ക് നികുതി പിരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ രാജാവിനെ ആശ്രയിക്കാതെ, രാജാവാണ് ഫ്യൂഡലിസത്തിൽ അല്ലെങ്കിൽ അവിടെ മധ്യകാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഭരണാധികാരിയായിട്ട് മാറുന്ന ചക്രവർത്തി. അപ്പോൾ രാജാവിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ രാജാവിനെ ആശ്രയിക്കാത്ത ഒരു വിഭാഗമായിരുന്നു സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ. ഒരു സ്ഥാപനമായിരുന്നു കത്തോലിക്ക സഭ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്, പുരോഹിത വർഗത്തിന് നികുതി പിരിക്കാൻ അവകാശമുണ്ട്. അതേപോലെ തന്നെ രാജാവിനെ ആശ്രയിക്കാത്ത ഒരു സഭയായിരുന്നു, സ്ഥാപനമായിരുന്നു സഭ. എന്നോടൊപ്പം തന്നെ അവർക്ക് സഭയുടെ തലവൻ എന്ന് പറയുന്നത് പോപ്പായിരുന്നു. സഭയുടെ തലവൻ എന്ന് പറയുന്നത് പോപ്പായിരുന്നു. പോപ്പിന് താഴെ ബിഷപ്പുമാരും പുരോഹിതന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് പുരോഹിത വർഗത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യൂറോപ്പിലെ കത്തോലിക്ക സഭയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ പോപ്പ് അടങ്ങുന്ന ബിഷപ്പുമാരും പുരോഹിതന്മാരുമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പുരോഹിതന്മാരും ബിഷപ്പുമാരും എന്ന് പറയുന്നത് ഒരു സമ്പന്ന വിഭാഗമായിരുന്നു.
അവർ മതരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്ന വിഭാഗമായിരുന്നു. ഈ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതിയെ ടൈത് എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ പുരോഹിത വർഗത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുരോഹിത വർഗങ്ങളിൽ പ്രഭുവർഗമുണ്ട്, കർഷകരുണ്ട്. അപ്പോൾ പുരോഹിത വർഗത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ പുരോഹിത വർഗത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നത് ആണ് പ്രധാനമായിട്ടും അവിടെ പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രഭുവർഗത്തെ കുറിച്ചാണ്. ഇതിൽ പ്രഭുക്കന്മാരെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഈ പുരോഹിത വർഗം തന്നെ സന്യാസി മഠങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് സന്യാസി മഠങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കത്തോലിക്ക സഭയിൽ നിന്നും പള്ളികളിൽ നിന്നും വിഭിന്നമായി ഒരു വിഭാഗം അവിടെ ഉണ്ടാവുകയാണ്. സന്യാസി മഠങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈശ്വര സേവനത്തിനായി ജീവിതം മാറ്റിവെച്ച ഒരു വിഭാഗം ആളുകൾ പള്ളികളിൽ നിന്ന് വിഭിന്നമായിട്ടൊരു വിഭാഗം ഉണ്ടാകുന്നു. അത്തരം സ്ഥാപനങ്ങളാണ് സന്യാസി മഠങ്ങൾ എന്ന് പറയുന്നത്. അവർ ഉദ്ദേശം എന്ന് പറയുന്നത് ലളിത ജീവിതത്തിനും അതേപോലെ തന്നെ ഈശ്വര സേവനത്തിനുമാണ് ജീവിതം മാറ്റിവെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന സന്യാസികളുടെ തലവനെ ആബട്ട് എന്നാണ് വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ സന്യാസിമാരെന്നും സ്ത്രീകളെ കന്യാസ്ത്രീകളെന്നുമാണ് അവിടെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സ്ത്രീകളെ അവർക്ക് എന്ത് ചെയ്യുക, കന്യാസ്ത്രീകളായിട്ട് ഈ സന്യാസി മഠങ്ങളിൽ ജീവിക്കാം എന്നുള്ളതാണ്. പക്ഷേ വിവാഹ ജീവിതം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വിവാഹം കഴിക്കാനുള്ള അവസരം ഈ സന്യാസിമാരായിട്ടുള്ള ആളുകൾക്ക് ഈ പുരോഹിത വിഭാഗത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ സന്യാസി മഠങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാലയങ്ങളും അതേപോലെ തന്നെ എസ്റ്റേറ്റുകളും കെട്ടിടങ്ങളും സാമ്പത്തിക വരുമാനം കിട്ടുന്ന ഒരുപാട് സ്രോതസ്സുകൾ അവിടെ ഉണ്ടായി എന്നത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന സന്യാസി മഠങ്ങൾ ധ്യാനത്തിനും അതേപോലെ പ്രാർത്ഥനകൾക്കും ലളിതമായിട്ടുള്ള ജീവിതത്തിനും ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളുമാണ് ഈ സന്യാസി മഠങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ലളിതമായിട്ട് ജീവിക്കാനുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്ന സന്യാസി മഠങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിത വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്, ഈ സന്യാസി മഠങ്ങളാണ് എന്നത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വർഗത്തെക്കുറിച്ച് പറഞ്ഞു, പുരോഹിത വർഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ വർഗമായിട്ടുള്ള പ്രഭു വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നോബിൾസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് നോബിൾസിൻ്റെ പ്രത്യേകത? നോബിൾസ് എന്ന് പറയുന്നത് പ്രഭുവർഗമാണ്. പ്രഭുവർഗം എന്ന് പറയുന്നത് കർഷകരെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പുരോഹിതരെക്കാൾ വലിയ രീതിയിൽ നിയന്ത്രിച്ചിരുന്നത് പ്രഭുക്കന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ബന്ധമാണ് ഫ്യൂഡലിസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രഭുവർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങുകയും രാജാവ് എന്ത് ചെയ്യും, ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കുകയും അപ്പോൾ വലിയ രീതിയിൽ സമ്പന്നരായിട്ട് മാറിയ ആളുകളാണ് പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഭൂമിയിൽ പ്രഭുക്കന്മാർ കൃഷി ചെയ്യുകയും രാജാവ് തന്ന ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതേപോലെ തന്നെ കർഷകരുടെ ഭൂമി കൈക്കലാക്കി അവർ എന്ത് ചെയ്യും, കർഷകരുടെ ഭൂമിയിൽ കർഷകരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ശക്തരായിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രഭുക്കന്മാർ എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ ഒരു ആശ്രിത അവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ അതിൽ സ്വന്തമായിട്ട് രാജാവിന് ഭൂമിയുണ്ട്, രാജാവിന് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു. പ്രഭുക്കന്മാർ അത് പതിച്ചെടുക്കുകയും അതിൽ കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രാജാവിൻ്റെ ആശ്രിതരായിരുന്നു പ്രഭുക്കന്മാർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രഭുവിന് കിട്ടിയ ഭൂമി ആർക്ക് കൊടുക്കുന്നു, കർഷകർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രഭുവിൻ്റെ ആശ്രിതരാണ് കർഷകർ എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ രൂപത്തിൽ ഒരു ആശ്രിതാവസ്ഥ അവിടെ നിലനിന്നിരുന്നു. ഇതിൽ മുഴുവൻ സാമ്പത്തിക വരുമാനം ഉണ്ടായിരുന്നത്, എക്കണോമിക്കലി ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഈ പ്രഭുവർഗം എന്നുള്ള വിഭാഗത്തിനാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്ന ഈ പ്രഭുക്കന്മാർ അവിടുത്തെ നെച്ചിപ്പുറങ്ങളും അതേപോലെ തന്നെ കൃഷിഭൂമിയൊക്കെ കർഷകരെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് വലിയൊരു വരുമാനം ഉണ്ടാക്കുന്നു. ചെറിയ രീതിയിൽ നികുതി രാജാവിന് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടുന്ന് കഴിയുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വീടുകളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഈ മാനറുകൾക്ക് ഉൾപ്പെടുന്ന ഒരു മാനോറിയൽ എസ്റ്റേറ്റ് നിലനിന്നിരുന്നു എന്നുള്ളത് കൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. മാനോറിയൽ എസ്റ്റേറ്റുകൾ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. പ്രഭുക്കന്മാരെ ഭരിച്ചിരുന്ന ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ നിറഞ്ഞ ഒരു പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകളാണ് മാനോറിയൽ എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ എന്താണ് മാനോറിയൽ എസ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് പള്ളി ഉണ്ടാവും, കോട്ടകൾ ഉണ്ടാവും, അവർക്ക് ആവശ്യമുള്ള പല വസ്തുക്കളും അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് മാനോറിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത. ഈ ഗ്രാമങ്ങളൊക്കെ ചേർന്ന ഒരു പ്രദേശമായ എസ്റ്റേറ്റ് ആയിരുന്നു മാനോറിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അവർ പൂർണ്ണമായിട്ട് സ്വയം പര്യാപ്തമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. അവർക്ക് ആവശ്യമുള്ള ചില വസ്തുക്കളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. ആർഭാട വസ്തുക്കൾ, അതേപോലെ തന്നെ ആഡംബര വസ്തുക്കൾ, സംഗീതോപകരണങ്ങൾ പലതും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും മാനർ എന്ന രീതിയിൽ മാനോറിയൽ എസ്റ്റേറ്റുകളെ, അവിടെ ഉള്ള വീടുകളിൽ നിന്ന് മാനോറിയൽ എസ്റ്റേറ്റുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യമാണ് ഈ പ്രഭുക്കന്മാർ ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശക്തരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു പ്രഭുക്കന്മാർ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി, പ്രഭുക്കന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നെയ്റ്റുകൾ എന്നുള്ള ഒരു യോദ്ധാക്കളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി കൊടുക്കുകയും അതിൽ അവർക്ക് കൃഷി ചെയ്യുകയും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെയ്റ്റുകൾക്ക് ചെയ്യാം. ഈ യുദ്ധസമയത്ത് പൂർണ്ണമായിട്ട് പ്രഭുക്കന്മാരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ നെയ്റ്റുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. കാരണം പ്രഭുക്കന്മാരെ പൂർണ്ണമായിട്ട് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നെയ്റ്റുകളുടെ പ്രത്യേകത. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു സൈനിക വിഭാഗത്തെ കൂടി നെയ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം കൂടി അവിടെ അവരെന്ത് ചെയ്യുന്നു, ഒപ്പം നിർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള വിഭാഗമായിട്ട് പ്രഭുക്കന്മാർ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത, അതേപോലെ തന്നെ അതിൽ വരുന്ന 3 ക്രമങ്ങളിൽ പുരോഹിത വർഗത്തെക്കുറിച്ചും പ്രഭുവർഗത്തെക്കുറിച്ചും. ഇനി പറയുന്നത് മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഫാമേഴ്സ്, കർഷകർ എന്ന് പറയുന്ന വിഭാഗം. സ്വതന്ത്രരായിട്ടുള്ള കർഷകർ, അസ്വതന്ത്രരായിട്ടുള്ള കർഷകർ എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ സ്വതന്ത്രരായിട്ടുള്ള കർഷകരുടെ പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിക്കാം. അതിൽ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അവർക്ക് കൃഷി ചെയ്യാം. പ്രഭുവിൻ്റെ ഭൂമിയിൽ ഒരു വർഷത്തിൽ 40 ദിവസം പ്രഭുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സൈനിക സേവനം ചെയ്യണം എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 40 ദിവസം സൈനിക സേവനം ചെയ്യണം. അതേപോലെ ആഴ്ചയിൽ 3 ദിവസം പ്രതിഫലമില്ലാതെ അവരുടെ പ്രഭുവിൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യണം എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോഴും ഒരു അസ്വതന്ത്രരായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ രാജാവ് കർഷകരിൽ നിന്നും നേരിട്ടൊരു നികുതി പിരിച്ചിരുന്നു. അതിന് ടൈലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അസ്വതന്ത്രരായിട്ടുള്ള കർഷകരെയാണ്. സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത, അതേപോലെ തന്നെ പ്രഭു പറയുന്ന രീതിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം, ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, വേതനമില്ലാതെ ജോലി ചെയ്യേണ്ട ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രഭുവിൻ്റെ സമ്മതമില്ലാതെ എസ്റ്റേറ്റ് വിട്ടുപോകാനുള്ള അവകാശം ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും അസ്വതന്ത്രരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച 6ാമത്തെ പാഠത്തിലെ ഫ്യൂഡലിസത്തെക്കുറിച്ചാണ്. എന്താണ് ഫ്യൂഡലിസം, അതുമായി ബന്ധപ്പെട്ട 3 ക്രമങ്ങൾ വളർന്നു വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലെ 3 ക്രമങ്ങളിൽ ഒന്ന് പുരോഹിത വർഗം, 2 പ്രഭുവർഗം, 3ാമത്തെ പറയുന്നത് കർഷകർ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ പ്രീസ്റ്റിനെ കുറിച്ചും നോബിൾസിനെ കുറിച്ചും ഫാമേഴ്സിനെ കുറിച്ചും ഞാനിവിടെ സൂചിപ്പിച്ചു. എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞു, പുരോഹിത വർഗത്തിൽ സന്യാസി മഠങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, അതേപോലെ തന്നെ പ്രഭുവർഗത്തിൽ മാനോറിയൽ എസ്റ്റേറ്റുകളുടെ പ്രത്യേകത പറഞ്ഞു, സ്വതന്ത്ര കർഷകരും അസ്വതന്ത്ര കർഷകരും എന്താണെന്ന് പറഞ്ഞു. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. താങ്ക് യു.